നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അമിത്ഷാ കളി തുടങ്ങി മക്കളെ എന്നൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടു കാണും. ശരിക്കും അമിത്ഷാ കളി തുടങ്ങിക്കഴിഞ്ഞു. കളി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഊഹം ശരിയാണെങ്കിൽ ജൂലൈ 22-ാം തീയതി മുതൽ തന്നെ അദ്ദേഹം കളി തുടങ്ങി. കഴിഞ്ഞൊരു 8 ദിവസമായി. കാരണം കൃത്യമായിട്ടുള്ളൊരു ആസൂത്രണത്തോടുകൂടി പാറ്റകളെ ജന്തർ മന്ദറിൽ നിന്ന് നീക്കം ചെയ്തതിന് ശേഷം വിദ്യാർത്ഥികളുടെ മേൽ കേസുകളൊന്നും എടുക്കാതെ, എന്നാൽ വിദ്യാർത്ഥികളെന്ന ഭാവേന ഈ പാറ്റകളുടെ പാർലമെൻറ്റ് ജാഥയിലും മറ്റ് ജന്തർ മന്ദറിന് ചുറ്റുമായി നുഴഞ്ഞുകൂടിയ ക്രിമിനലുകളെ ഒരെണ്ണത്തിനെയും വിടില്ല എന്നുള്ള ശപഥത്തോടു കൂടി തന്നെ ദില്ലിയിലെയും മറ്റ് BJP സംസ്ഥാനങ്ങളിലെയും നിയമപാലകർ പണി തുടങ്ങിക്കഴിഞ്ഞു. ദില്ലിയിൽ പ്രത്യേകിച്ച് ഏതാണ്ട് 3000-ൽ അടുത്ത് ക്രിമിനലുകൾ ഈ ജാഥയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നിർമ്മിത ബുദ്ധി AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ഫേഷ്യൽ റെക്കഗ്നീഷനും മറ്റും വെച്ച് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. തന്നെയുമല്ല, ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് റെയ്ബാൻ്റെ മെറ്റാ ഗ്ലാസ് ഉൾപ്പെടെയുള്ള AI ഗ്ലാസുകൾ പോലീസുകാരും RAF റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും ധരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്രിമിനലുകളെ മുഖം മൂടിയാലും മറ്റ് ഫേഷ്യൽ ഫീച്ചേഴ്സ്, മുഖത്തിൻ്റെ മറ്റ് ആകൃതിയൊക്കെ വെച്ച് തിരിച്ചറിയുവാനുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് 30,000-ഓളം പേർ ഇപ്പോഴും നിരീക്ഷണത്തിലാണ്. അവരിൽ കൂടുതൽ പേർ ഈ പ്രതിപട്ടികയിലേക്ക് ചേർക്കപ്പെടും. ഈ പ്രതിപട്ടികയിൽ തന്നെ 100-ന് മുകളിൽ കൊലക്കേസ് പ്രതികളും ബലാത്സംഗ കേസിലെ പ്രതികളും പോക്സോ കേസിൽ വരെ പ്രതികളായവരും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഡൽഹി പോലീസ് ഔദ്യോഗികമായി പുറത്തുവിട്ടത് ദിവസങ്ങൾക്കുള്ളിൽ, ഈ കലാപം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ 23-ാം തീയതിയോ മറ്റോ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി തന്നെ ഡൽഹി പോലീസ് പുറത്തുവിട്ടിരുന്നു. അതേ തുടർന്ന് പാറ്റകളാകെ അസ്വസ്ഥരാകുന്നതും ഞങ്ങൾക്ക് തന്ന വാഗ്ദാനം പാലിച്ചില്ല, ബീഹാറിലും മറ്റും നിരവധി കേസുകൾ പ്രതിഷേധക്കാർക്ക് നേരെ എടുത്തിരിക്കുകയാണ് എന്നൊക്കെ ആരോപണം ഉന്നയിച്ചു. ഞങ്ങൾ വീണ്ടും സമരത്തിനിറങ്ങും എന്നുള്ള ഭീഷണി മുഴക്കി. അതുവരെ വളരെ സൗമ്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന JP നദ്ദ കൃത്യമായിട്ട് അവർക്കൊരു മുന്നറിയിപ്പും കൊടുത്തു. ആക്ടിവിസവുമായി ഇനി തെരുവിലിറങ്ങിയാൽ നിയമ നടപടികൾ നേരിടുവാൻ ഒരുങ്ങി വേണം ഇറങ്ങാനെന്നുള്ളത്. കപിൽ സിബലിനെ പോലുള്ളവർ 1 കോടി രൂപ പാറ്റകൾക്ക് അങ്ങോട്ടേക്ക് കൊടുത്ത് നിയമ സംവിധാനത്തിൻ്റെ ഒരു വലിയ ശൃംഖല തന്നെ രാജ്യമൊട്ടാകെ ഒരുക്കുവാനുള്ള ശ്രമത്തിലാണ്. ഇത്തരത്തിലുള്ള പ്രതിഷേധക്കാരെ, ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിനിടയിൽ നുഴഞ്ഞു കയറിയ കൊടും കുറ്റവാളികളെ രക്ഷിക്കുവാൻ നിയമത്തിൻ്റെ പിടിയിൽ നിന്ന്. അതിനിടയ്ക്ക് ഈ പാർലമെൻറ്റ് ജാഥയ്ക്ക് നേരെ ജാഥയ്ക്കിടയിലുണ്ടായ അക്രമ സംഭവങ്ങളെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു എന്നുള്ള ആരോപണവുമായി ഒരു കൂട്ടർ സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്ന് സത്യത്തിൽ അവർക്കൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ആന്തരിക അന്വേഷണം നടത്തി കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പെല്ലറ്റ് ഗൺ പ്രയോഗിക്കപ്പെട്ടത് എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നിരീക്ഷണം, പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നത് തടയുവാൻ സാധിക്കില്ല, ഇത്തരത്തിലുള്ള അക്രമങ്ങൾ തടയുവാൻ ഘട്ടം ഘട്ടമായി നടപടികൾ കൈക്കൊണ്ട് ഒടുവിൽ പെല്ലറ്റ് ഗണ്ണിൽ എത്തി നിൽക്കുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയ തന്നെയാണ്, അതിനെ തടയുവാൻ സാധിക്കില്ല. തന്നെയുമല്ല, പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് ചികിത്സ നൽകണമെന്ന് ദില്ലി സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും സുപ്രീം കോടതി കേസിൻ്റെ കാര്യത്തിൽ പോലും, ഈ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത കേസുകളുടെ കാര്യത്തിൽ പോലും സ്വീകരിച്ച നടപടി വളരെ ശ്രദ്ധേയമാണ്. വിദ്യാർത്ഥികൾക്കെതിരെ കേസ് പാടില്ല, അവരെ വിട്ടയക്കണം, അറസ്റ്റ് ചെയ്തവരെ, ആരെ? പ്രായപൂർത്തിയാകാത്തവരെ. പക്ഷേ അതിനൊരു ഉപാധിയോടുകൂടിയാണ് സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി പുറപ്പെടുവിപ്പിച്ചത്. ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെങ്കിൽ. ഡൽഹി പോലീസും മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസും ആദ്യമേ പറഞ്ഞിരിക്കുന്നത് ക്രിമിനലുകളെ മാത്രമേ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ, കസ്റ്റഡിയിലെടുത്തിട്ടുള്ളൂ, വിദ്യാർത്ഥികളുടെ മേൽ ഞങ്ങൾ ഒരു നിയമ നടപടിയും കൈക്കൊണ്ടിട്ടില്ല, അവരെ അറസ്റ്റ് ചെയ്തിട്ടുമില്ല. പക്ഷേ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്തവരെ ഞങ്ങൾ തീർച്ചയായും കസ്റ്റഡിയിലെടുക്കുകയോ അവരുടെ മേൽ നിയമ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഈ നടപടികൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് വെറും ഈ കൊലപാതകികളെയും മറ്റും ഓടിച്ചിട്ട് പിടിക്കുന്നത് മാത്രമല്ല, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഭാരത സൈന്യത്തെയും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയും ഒക്കെ നീചമായ ഭാഷയിൽ അധിക്ഷേപിച്ച മ്ലേച്ഛന്മാർക്കെതിരെയും മ്ലേച്ഛിമാർക്കെതിരെയും നടപടികൾ വരുന്നുണ്ട്, പണി വരുന്നുണ്ട്. അവറാച്ചി എന്ന് ഇന്നലെ നമ്മുടെ ന്യൂസ് ചെക്ക് ടീം പറഞ്ഞതുപോലെ വരുന്നുണ്ടത്. അതാണ് പറഞ്ഞത് അമിത്ഷാ കളി തുടങ്ങിയെന്നുള്ളത്. പക്ഷേ ഇവിടം കൊണ്ടും തീർന്നില്ല. ഇനി വിദ്യാർത്ഥികളുടെ പേരിൽ രക്ഷപ്പെടാൻ ചിലർ ഒരുങ്ങിയിരിപ്പുണ്ട്. പാറ്റകളുടെ തലവന്മാരുടെ കാര്യമല്ല പറയുന്നത്, അവരുടെ മേലിപ്പോൾ തൽക്കാലം ഒരു നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ വിദ്യാർത്ഥികൾ എന്നുള്ള വ്യാജേന രക്ഷപ്പെട്ട് ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ലാത്ത ചിലർ ഇപ്പോഴും ആവശ്യമുള്ള തോന്നിവാസങ്ങളെല്ലാം കാണിച്ച് സുഖകരമായി ചുറ്റി നടപ്പുണ്ട്. അവർക്ക് മേൽ ദില്ലി പോലീസ് ആദ്യത്തെ ഒരു വല വിരിച്ചിരിക്കുകയാണ്. ദില്ലി പോലീസ് വളരെ വ്യക്തമായി തന്നെ ഔദ്യോഗികമായി പറഞ്ഞു, ഇത്തരക്കാർക്കെതിരെ
പ്രായപൂർത്തിയാകാത്ത ഇത്തരക്കാർക്കെതിരെ ഒരു FIR പോലും ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു FIR അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളത് പിൻവലിക്കുകയാണ്. പാറ്റകളുടെ വിജയം തന്നെ എന്ന് ആളുകൾ ആഘോഷിച്ച് തുടങ്ങിയപ്പോൾ ഇതാ വരുന്നു അടുത്ത പണി. ദില്ലി പോലീസ് പറഞ്ഞത്, പക്ഷേ ഇങ്ങനെ ഞങ്ങൾ FIR പിൻവലിച്ചു എന്നുള്ളത് പൊതുജനം കാര്യമാക്കേണ്ട. വ്യക്തികൾക്കെതിരെ ഈ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങൾ തിരിച്ചറിഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിക്കുന്ന വീഡിയോകളിലൂടെയോ മറ്റു മാർഗങ്ങളിലൂടെയോ നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് അവരുടെ പ്രവർത്തികൾ ഒരു കുറ്റകൃത്യമായി തോന്നിയാൽ സ്വകാര്യ വ്യക്തികൾക്ക് തീർച്ചയായും പരാതി നൽകാവുന്നതാണ്. അതിനുമേൽ ആ പരാതിക്ക് മേൽ ഞങ്ങൾ തീർച്ചയായും നടപടിയെടുക്കും എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളും ഡൽഹി പോലീസ് തുടങ്ങിക്കഴിഞ്ഞു. ഹിന്ദു സംഘടനകളും വ്യക്തികളും കൃത്യമായി പരാതികളുമായി ഡൽഹി പോലീസിനെ സമീപിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുത്തനും രക്ഷപ്പെട്ടു, ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാതെ പുതിയതായിട്ടുണ്ടായി വന്ന ക്രിമിനലുകളും ദീർഘകാലാടിസ്ഥാനത്തിൽ രക്ഷപ്പെട്ടു പോകുമെന്നുള്ള യാതൊരു ധാരണയും വേണ്ട. കാരണം അപ്പുറത്തേക്ക് കളി തുടങ്ങിയിരിക്കുന്നത് അമിത്ഷായാണ്. പുള്ളിയെക്കുറിച്ച് ഒരു കാര്യം എന്തായാലും പറഞ്ഞേ മതിയാകുകയുള്ളൂ. ഈ എതിരാളികളുണ്ടല്ലോ, പാറ്റകളാകട്ടെ, പപ്പു ആകട്ടെ, പിങ്കി ആകട്ടെ, അഖിലേഷ് ആകട്ടെ, മറ്റാരെങ്കിലും ആകട്ടെ, അത്തരത്തിൽ എല്ലാവരും ഒന്ന് ചേർന്ന് ഈ പാറ്റയും പാമ്പും പഴുതാരയും സകല വിഷജന്തുക്കളും ഒന്ന് ചേർന്ന് അയാൾക്കെതിരെ പ്രവർത്തിക്കുമ്പോഴും നിങ്ങളുടെയൊക്കെ ചിന്തകൾ ശ്വാസം മുട്ടി വീണൊടുങ്ങുന്നിടത്താണ് അങ്ങേരുടെ ചിന്തയും ബുദ്ധിയും ഉറക്കമുണരുന്നത്. അത് അങ്ങേരെക്കുറിച്ച് പറയാതെ തരമില്ല. അത് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ പോലും രഹസ്യമായി സമ്മതിക്കുന്ന ഒരു കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ നിശബ്ദമായിരിക്കുന്ന പുള്ളിയെ രാജ്യസഭയിലെത്തിച്ച് അല്ലെങ്കിൽ ലോക്സഭയിലെത്തിച്ച് മറുപടി പറയിക്കുവാൻ വേണ്ടി രാഹുൽ ഗാന്ധി ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത് എന്തിനാണെന്നുള്ളതും കൂടി പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കുക. അമിത്ഷാ മറുപടി പറയുമ്പോൾ അമിത്ഷാ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ ഈ പപ്പുവിൻ്റെ മുത്തശ്ശിയെ പേടിച്ചിട്ടില്ല. അന്ന് ഞങ്ങൾക്കൊക്കെ കുറേ കൂടി പ്രായം കുറവാണ്, ചെറുപ്പക്കാരാണ്. അസാം കി ഗലിയോ സുൻലോ, ഇന്ദിരാഗാന്ധി ഖൂനി ഹേ എന്നോ മറ്റൊരു മുദ്രാവാക്യം ഉറക്കെ വിളിച്ചിട്ടുള്ളയാളാണ് അമിത്ഷാ ഇന്ദിരാഗാന്ധിയുടെ പ്രതാപകാലത്ത്. ആ ഇന്ദിരാഗാന്ധിയെ ഭയപ്പെടാത്ത അമിത്ഷാ ഇന്ന് ആരെ ഭയപ്പെടുമെന്നാണ് രാഹുൽ ഗാന്ധി നടന്നു പറയുന്നത്. അമിത്ഷാ വളരെ സഹതാപപൂർവ്വമാണ് അത് ചോദിക്കുന്നത്, അല്ലാതെ ഒരു മാസ് മറുപടിയായിട്ടൊന്നുമില്ല. ഈ എന്ത് പറയാനാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. चले ऐसी चीज़ों का मैं क्या जवाब दूँ? हम तो बच्चे थे तब इनकी दादी से नहीं डरते थे. मैंने खुद नारे लगाए थे, असम की गलियां सुनिए, इंदिरा गांधी खूनी है. इंदिरा से नहीं डरते थे भैया हम, और उस वक्त तो बच्चे थे. പക്ഷേ അതിനും അപ്പുറത്തേക്ക് അമിത്ഷായുടെ മറുപടി ഉണ്ടാകും. കാരണം തീർച്ചയായിട്ടും ഉണ്ടാകും. അമിത്ഷാ വരുന്നുണ്ട്, സഭയിലേക്ക് വരുന്നുണ്ട്. ഇപ്പോഴല്ല, അടുത്ത ആഴ്ച FCR നിയമ ഭേദഗതികൾ വരുന്നുണ്ട്. അത് അവതരിപ്പിക്കുന്ന അമിത്ഷാ തന്നെയായിരിക്കും. ആ ബില്ലിന് മേലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അതിനവസാനം മറുപടി പറയുക അമിത്ഷാ തന്നെയായിരിക്കും. അപ്പോഴും പ്രതിപക്ഷവും രാഹുൽ ഗാന്ധിയും എല്ലാം പ്രിയങ്ക ഗാന്ധിയും എല്ലാം അമിത്ഷായുടെ വിശദീകരണം ആവശ്യപ്പെടുമല്ലോ. വിശദീകരണം സഭയിൽ ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടുന്നതിന് മറുപടി നൽകുവാനും അമിത്ഷായ്ക്ക് അവിടെ അവസരമുണ്ടാകും. ആ അവസരത്തിൽ കൃത്യമായിട്ടുള്ള മറുപടി തന്നെ അമിത്ഷാ നൽകുകയും ചെയ്യും. പൂട്ടേണ്ടവരൊക്കെ അതിന് ഒപ്പം തന്നെ പൂട്ടുകയും ചെയ്യും. ഇന്നലെ അമിത്ഷാ വിദേശത്ത് പോയിരുന്നു. അമിത്ഷാ വെടിവെക്കാൻ അമിത്ഷാ നേരിട്ടാണ് ഉത്തരവ് നൽകിയതെന്നുള്ള പെരും നുണകൾ രാഹുൽ ഗാന്ധി സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്ത് പറയുകയും ചെയ്തു. ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. PowerPoint പ്രസൻറ്റേഷനൊക്കെ വെച്ച് അമിത്ഷാ മസ്റ്റ് ഗോ എന്ന് പറഞ്ഞ് വട്ടമൊക്കെ വരച്ച് കാണിച്ച് കുറേ പ്രദർശനപരമായിട്ടുള്ള ചില കോമാളിത്തരങ്ങൾ നടത്തിയിരുന്നു. കോമാളിത്തരങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ദേശീയ മാധ്യമങ്ങൾ അത് കൃത്യമായി അവഗണിക്കുകയും ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ് അതിൻ്റെ ഫുട്ടേജ് കിട്ടി, പാൽപ്പായസം കിട്ടി, ഈ വിശന്ന് വലഞ്ഞിരിക്കുന്നവന് പാൽപ്പായസം കിട്ടിയ ആക്രാന്തത്തോടു കൂടി അത് നിരന്തരം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവരുടേതായിട്ടുള്ള ഇഷ്ടം, അവരുടെ സ്വാതന്ത്ര്യം. മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള നാടാണല്ലോ ഫാഷിസ്റ്റ് മോദിയുടെ നാട്. അതുകൊണ്ട് അവർക്കത് ചെയ്യാം. തിരിച്ച് അമിത്ഷായിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് കുരുക്കുകൾ മുറുകുവാൻ പോവുകയാണ്. കാരണം ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും ഇത്തരത്തിലുള്ള കലാപകാരികളോട് കാണിക്കേണ്ട. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾക്കും ഇൻ്റലിജൻസ് സംവിധാനങ്ങൾക്കും ഒരു പിഴവ് പറ്റിയിരുന്നു. പാർലമെൻറ്റ് മാർച്ച് ജാഥയിൽ ഈ കുറ്റവാളികൾ കടന്നുകൂടി ഇത്തരത്തിലുള്ള ഒരു ബംഗ്ലാദേശ്, നേപ്പാൾ, ഇന്തോനേഷ്യ, ശ്രീലങ്ക, യൂറോപ്പിൽ ഫ്രാൻസ്, ലണ്ടൻ ഇത്തരം പ്രദേശങ്ങളിൽ നടത്തിയ ജെൻസി കലാപം എന്നുള്ള പേരിലെ സമരാഭാസങ്ങൾ ഇവിടെയും ആവർത്തിക്കുവാനുള്ള ശ്രമമുണ്ടാകുമെന്ന് കൃത്യമായി ഏതൊക്കെ തരത്തിൽ ഇത്രയും വലിയ രീതിയിലൊരു അക്രമം അവർക്ക് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുവാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നതിൽ ഒരു ചെറിയ പാളിച്ച കേന്ദ്ര സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന് ഇനിയൊരവസരം നൽകുവാൻ അമിത്ഷാ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിശബ്ദമായി തന്നെ ആ മനുഷ്യൻ പണിയെടുക്കുന്നത്.
ഈ കഴിഞ്ഞ ദിവസം അമിത്ഷാ വിദേശത്ത് പോയി എന്നൊക്കെ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നുണ പറയുമ്പോൾ അമിത്ഷാ പാർലമെൻറ്റ് മന്ദിരത്തിൽ തന്നെ ഉണ്ടായിരുന്നു, ഉന്നതതല യോഗങ്ങളിലായിരുന്നു. ഈ പറഞ്ഞതുപോലെ പാറ്റകളെ ചുരുട്ടിക്കൂട്ടി കടലിൽ കൊണ്ട് താഴ്ത്തുകയോ അല്ലെങ്കിൽ കത്തിച്ച് ചാരമാക്കുകയോ ചെയ്യുന്ന പാറ്റകൾ നശിക്കില്ല എന്നാണല്ലോ പറയുന്നത്. ഒന്നറിയണമല്ലോ, ഹിറ്റടിച്ചാൽ പാറ്റകൾ നശിക്കും എന്നാണ് ഇപ്പോഴുള്ള കണ്ടുപിടുത്തം. ഹിറ്റോ അതിൽ കൂടി എന്തെങ്കിലും മരുന്നോ ഒക്കെ കൃത്യമായിട്ട് അദ്ദേഹം അടിക്കേണ്ട സമയത്ത് അടിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹത്തോടുള്ള അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. തന്നെയുമല്ല, അമിത്ഷായുടെ ഒരു പ്രവർത്തന രീതി അതാണ്. നാവടക്കൂ, പണിയെടുക്കൂ, പണി കൊടുക്കൂ. അദ്ദേഹം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, പണി കൊടുക്കുവാനായി. പാറ്റകൾക്കും പാറ്റകളുടെ പിന്നിലുള്ള സൊറോസുമാർക്കും അവരെ താങ്ങിക്കൊണ്ട് നടക്കുന്ന പപ്പുമാർക്കും പിങ്കിമാർക്കും ഉള്ളതെല്ലാം കൃത്യമായിട്ട് തന്നെ വരും. നമ്മുടെ ബിലാൽ പറഞ്ഞതുപോലെ അതിനുള്ള ചായയും വടയും എല്ലാവർക്കും അവരവർക്ക് അർഹിക്കുന്ന ചായയും വടയും അതിൻ്റെ കൃത്യമായ അളവിൽ തന്നെ കിട്ടിയിരിക്കും. സമയമെടുക്കുമായിരിക്കും, സമയമെടുത്താലും അത് കൃത്യമായി തന്നെ കിട്ടിയിരിക്കും. കാരണം പ്രധാനമന്ത്രിയുടെ വീടിൻ്റെ മുൻപിലേക്ക് അതിക്രമിച്ച് കയറി അവിടെ കുത്തിയിരുന്നു എന്നുള്ള കേസിൽ ചിലപ്പോൾ പപ്പു അകത്ത് പോകില്ലായിരിക്കും. നാഷണൽ ഹെറാൾഡ് കേസും നീണ്ടു പോകുമായിരിക്കും. മറ്റു മാർഗങ്ങളുണ്ടല്ലോ. കാരണം അപ്പുറത്ത് ഞാൻ പറഞ്ഞല്ലോ, അമിത്ഷായെക്കുറിച്ച് മാത്രമല്ല നരേന്ദ്രമോദിയെയും BJPയും കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അതിലൊരു വനമൊഴി എന്ന് പറയും, കാട്ടിലെ ഒരു പഴമൊഴിയാണ്. കാരണം ഈ കടുവയുണ്ടല്ലോ, നമ്മുടെ ദേശീയ മൃഗമായ കടുവയെ അതിൻ്റെ ഇര കാണുന്നതിന് മുൻപ് ഒരു 100 തവണയെങ്കിലും കടുവ ആ ഇരയെ കണ്ടിരിക്കും എന്നുള്ളൊരു പഴയ വനത്തിലൊരു പഴമൊഴിയുണ്ട്. ആ മൊഴിയും BJPയെ സംബന്ധിച്ചും അമിത്ഷായെ സംബന്ധിച്ചും എതിരാളികളും വിമർശകരും ട്രോളുന്നവരും അമിത്ഷായുടെ രാജി ആവശ്യപ്പെടുന്നവരും ഏഷ്യാനെറ്റ് ന്യൂസും ഒക്കെ ഒന്ന് ഓർത്തു വയ്ക്കുന്നത് നന്നായിരിക്കുമെന്നുള്ളതാണ് എൻ്റെ വിനീതമായ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പരമാവധി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.